നമസ്കാരം, മെട്രോ മാറ്റിനിലേക്ക് സ്വാഗതം. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിലും നടിയെന്ന നിലയിലും മലയാളികൾക്ക് സുപരിചിതയാണ് ഭാഗ്യലക്ഷ്മി. സോഷ്യൽ മീഡിയയിൽ താരത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. മുഖഭാവങ്ങൾക്കൊപ്പം ശബ്ദവും ശരിയായാൽ മാത്രം അഭിനയം പൂർണ്ണതയിലെത്തൂ. ശോഭന, ഉർവശി, രേവതി തുടങ്ങിയ നടിമാരുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസുകൾ എടുത്താൽ ഇവയിൽ പലതും ഡബ്ബ് ചെയ്തത് ഭാഗ്യലക്ഷ്മിയാണ്. പല കഥാപാത്രങ്ങളും ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ നിലനിൽക്കുന്നത് പിന്നിൽ ഭാഗ്യലക്ഷ്മിയുടെ ശബ്ദം വഹിച്ച പങ്ക് ചെറുതല്ല. ഒരുപക്ഷെ ഈ നായികമാർക്കൊന്നും ഭാഗ്യലക്ഷ്മിയല്ല ശബ്ദം നൽകിയിരുന്നതെങ്കിൽ പ്രേക്ഷകർ സ്വീകരിക്കുമായിരുന്നോ എന്ന് സംശയമാണ്. അത്രത്തോളം പ്രേക്ഷകരിലേക്ക് ഇറങ്ങിച്ചെന്ന ശബ്ദമായിരുന്നു ഭാഗ്യലക്ഷ്മിയുടേത്. അതേസമയം നായികമാർ സ്വന്തം ശബ്ദം ഉപയോഗിക്കണമെന്ന അഭിപ്രായക്കാരിയായിരുന്നു ഭാഗ്യലക്ഷ്മി. ഇതേക്കുറിച്ച് മുൻപൊരിക്കൽ ഇവർ സംസാരിച്ചിട്ടുമുണ്ട്. പാർവതി, കാവ്യമാധവൻ തുടങ്ങിയ നടിമാരെയെല്ലാം സ്വന്തം ശബ്ദം സിനിമയ്ക്ക് ഉപയോഗിക്കാൻ താൻ ഉപദേശിച്ചിരുന്നുവെന്ന് ഭാഗ്യലക്ഷ്മി തുറന്നു പറയുകയുണ്ടായി. ഭാഗ്യലക്ഷ്മിയുടെ ഈ വാക്കുകൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ്. പാർവതി ഡബ്ബിങ്ങിന് എന്റെ കൂടെ വന്നപ്പോൾ സ്വന്തമായി ചെയ്യണം, നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. മൈക്കിന് മുന്നിൽ നിർത്തി ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. പാർവതിയുടെ പ്രശ്നം വളരെ ലോ വോയിസിലേ സംസാരിക്കൂ എന്നതാണ്. ദേഷ്യപ്പെടുന്ന സീനിൽ മുഖത്തെ എക്സ്പ്രഷൻ ഉണ്ടെങ്കിലും ശബ്ദത്തിൽ പരിധിയിൽ കൂടുതൽ മനസ്സിലാവില്ല. കാവ്യമാധവനെയും ഞാൻ ഇതുപോലെ തന്നെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളുടെ സമയത്ത് പറഞ്ഞു പഠിപ്പിച്ചു. പക്ഷെ അയ്യോ എനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞ് കാവ്യയും പോയി. അതിലെപ്പോഴും വിജയിച്ചത് മഞ്ജു വാര്യർ തന്നെയാണ്. തൂവൽ കൊട്ടാരം ചെയ്യുന്ന സമയത്താണ് മഞ്ജു ഡബ്ബിംഗ് തിയേറ്ററിൽ വന്ന് ആദ്യമായി ഡബ്ബ് ചെയ്യുന്നത്. എനിക്ക് എന്റെ ശബ്ദം വേണമെന്ന വാശിയും ഉണ്ടായിരുന്നു. പലരും മലയാളത്തിലെ ഏറ്റവും നല്ല നടി മഞ്ജു വാര്യർ ആണെന്ന് പറയുന്നു. തീർച്ചയായും മഞ്ജു നല്ല നടിയാണ്. പക്ഷേ അതോടൊപ്പം നല്ല കഴിവുള്ള ഒരുപാട് നടിമാരുണ്ട്. പലപ്പോഴും ആളുകൾ അത് പൂർണ്ണമായും അംഗീകരിക്കാത്തത് മറ്റൊരാളുടെ ശബ്ദം ഉപയോഗിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നിയിട്ടുണ്ട്. അവരുടെ ശബ്ദം തന്നെ ആയിരുന്നെങ്കിൽ അവരെയും ആളുകൾ വളരെ നല്ല നടിയെന്ന് പറഞ്ഞേനെ. ഉർവശിയൊക്കെ എത്രയോ നല്ല കഥാപാത്രങ്ങൾ ചെയ്തു. പക്ഷെ സ്വന്തമായി ശബ്ദം കൊടുത്ത് തുടങ്ങിയ ശേഷം അവർക്ക് നല്ല കഥാപാത്രം കിട്ടിയില്ലെന്നും ഭാഗ്യലക്ഷ്മി അഭിപ്രായപ്പെട്ടു. മനോഹരമായ ശബ്ദമുള്ളവർക്കേ ഡബ്ബ് ചെയ്യാവൂ എന്ന രീതി സിനിമയിൽ ഉണ്ടായിരുന്നു. എന്നാൽ പണ്ട് ഷീലയും ജയഭാരതിയും എല്ലാം സ്വന്തം ശബ്ദത്തിൽ സംസാരിച്ചപ്പോൾ ആളുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഭാഗ്യലക്ഷ്മി അന്ന് ചൂണ്ടിക്കാട്ടി. മലയാളത്തിൽ ഒരു കാലഘട്ടത്തിൽ സ്വന്തം ശബ്ദത്തിൽ ഡബ്ബ് ചെയ്യാൻ സാധിച്ച ചുരുക്കം നടിമാരിൽ ഒരാളാണ് മഞ്ജു വാര്യർ. ഇന്ന് തമിഴ് ഡബ്ബ് ചെയ്യുന്നു. അസുരൻ എന്ന സിനിമയിൽ പ്രാദേശിക മധുര തമിഴ് ശൈലിയിലെല്ലാം അനായാസമായി നടി പഠിച്ചെടുത്തു. ഏറെ പ്രശംസകൾ ലഭിച്ച കഥാപാത്രമായിരുന്നു ഇത്. അജിത് ചിത്രം തുനിവാണ് മഞ്ജു അവസാനമായി എത്തിയ തമിഴ് ചിത്രം. എച്ച് വിനോദ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമ ആക്ഷൻ ത്രില്ലർ ആയിരുന്നു. മിസ്റ്റർ എക്സ് എന്ന തമിഴ് സിനിമയിലാണ് മഞ്ജു വാര്യർ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത്. മനു ആനന്ദാണ് ഈ തമിഴ് ചിത്രത്തിന്റെ സംവിധായകൻ. ആര്യ, ഗൗതം, കാർത്തിക് എന്നിവർ മഞ്ജുവിനൊപ്പം ചിത്രത്തിൽ ഉണ്ടാകുമെന്നാണ് വിവരം. സൂപ്പർ സ്റ്റാർ രജനികാന്തിന്റെ കൂടെ തലൈവർ 170 എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിലും മഞ്ജു പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട്. നിരവധി ചിത്രങ്ങളിലും നായകന്മാർക്ക് ശബ്ദം നൽകിയ ഭാഗ്യലക്ഷ്മി ഇന്നും സിനിമയിൽ സജീവമാണ്. ഇടയ്ക്ക് വെച്ച് ബിഗ് ബോസ് മലയാളം സീസൺ 3-ലും താരം എത്തിയിരുന്നു. ഇതോടെയായിരുന്നു ഭാഗ്യലക്ഷ്മിയെ പ്രേക്ഷകർ അടുത്തറിഞ്ഞത്. മികച്ച പ്രകടനം കാഴ്ചവെച്ച ഭാഗ്യലക്ഷ്മി 49-ാം ദിവസമാണ് ഷോയിൽ നിന്നും പുറത്തായത്. ഇതിലൂടെ നിരവധി വിമർശനങ്ങളും സൈബർ അറ്റാക്കുകളും താരം നേരിട്ടിരുന്നു. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.